ഇപ്പോൾ എന്തായിരുന്നു എമർജൻസി എക്സിറ്റിൻ്റെ ഒക്കെ അവസ്ഥ എന്ന് സൂചിപ്പിക്കുകയുണ്ടായി. ശരിയാണ്, ഒരുപാട് രോഗികളുള്ള 151 രോഗികൾ ഉണ്ടായിരുന്ന സമയത്തുണ്ടായ അപകടമാണ്. അതൊക്കെ സമ്മതിക്കുന്നു. അവിടെ വലിയ തോതിലുള്ള കായോസ് ഉണ്ടായി, അതും സമ്മതിക്കുന്നു. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരു വ്യക്തിക്ക്, അതും ഒരു പൊതുജനാരോഗ്യ സംവിധാനത്തിനകത്ത് പ്രാണവായു കിട്ടാതെ മരണം സംഭവിച്ചാൽ അത് നമ്മുടെ കുഴപ്പമാണ്, നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമാണ് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും കറക്റ്റ് ചെയ്യുകയും ചെയ്തില്ല എങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും സംഭവിക്കില്ലേ? നമ്മൾ ഈ കാര്യം ഐഡൻറ്റിഫൈ ചെയ്യണം, നമ്മളിത് കറക്റ്റ് ചെയ്യണം. പക്ഷെ നമ്മൾ ബന്ധുക്കൾ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെ അവരുടെ വികാരവും വേദനയും നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ ഒരു വളരെ വൈകാരികമായ ഒരു തലത്തിൽ നിന്ന് ഇത്തരം ഒരു വിഷയം ചർച്ച ചെയ്യുമുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് 151 രോഗികളിൽ നിന്ന് 114 പേരെയും അതേ ആശുപത്രിയിലേക്ക് തന്നെ മാറ്റുകയാണ് ചെയ്തത്. അവിടുത്തെ ഐസിയുയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. അവർക്ക് ആവശ്യമായ സംരക്ഷണം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇവിടെ നിജേഷ് പറഞ്ഞതുപോലെ ഈ സർക്കാർ ആശുപത്രികൾ വിട്ട് ഞങ്ങൾക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞവർ അവർ വ്യക്തിപരമായി എടുത്ത ഇനീഷ്യേറ്റീവാണ്. ആ കാര്യം ഉൾപ്പെടെയുള്ള എല്ലാ വിഷയങ്ങളും പരിശോധിക്കാമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ ആ കാര്യമല്ലല്ലോ ഇപ്പോൾ പ്രശ്നം, നമുക്കതൊക്കെ പരിശോധിക്കാം, ആവശ്യമായ രീതിയിലുള്ള പരിഹാരങ്ങൾ ഉണ്ടാക്കാം. പക്ഷേ സർക്കാർ ആശുപത്രികളിൽ തന്നെ ഇവരെ കൂടി കിടത്താനുള്ള എല്ലാ സൗകര്യവും അവിടുത്തെ ആശുപത്രി അധികൃതർ ഉണ്ടാക്കിയിരുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ കാണാതെ പോകരുത്. ഇവിടെ വരുന്ന പ്രശ്നം മെഡിക്കൽ കോളേജിലെ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി സർജിക്കൽ വാർഡിലുണ്ടായിരിക്കുന്ന ഈ കാഷ്വാലിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന അപകടത്തിൽ എന്തൊക്കെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കും. ആ പരിശോധനയാണല്ലോ ആരോഗ്യ വകുപ്പിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു സംഘം അതിനെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികളും പരിഹാരങ്ങളും നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ ഇവിടെ ശങ്കുട്ടി ദാസിനെ പോലുള്ള സുഹൃത്തുക്കൾ ഈ മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു സംഭവത്തെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിൽ ആരോഗ്യ മേഖല ആകെ അബദ്ധമാണ്, നോർത്ത് ഇന്ത്യൻ ആരോഗ്യ മേഖലയോടും പോലും കിടപിടിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അഭിലാഷ് ഒരു അക്ഷരം വിടുന്നില്ലല്ലോ. ഈ ശങ്കുട്ടി ദാസിൻ്റെ പാർട്ടിയുടെ പ്രധാനമന്ത്രിയാണല്ലോ രാജ്യം ഭരിക്കുന്നത്. അദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള ഒരു സ്ഥാപനമാണല്ലോ നീതി ആയോഗ്. ആ നീതി ആയോഗ് തന്നെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ, കുടുംബാരോഗ്യ കേന്ദ്രം തൊട്ട് താലൂക്ക്, ജില്ലാ മെഡിക്കൽ കോളേജുകൾ വരെയുള്ള ഒരു സംവിധാനം ഈ കേരളത്തിലെ പോലെ സുസംഘടിതമായി വളരെ ബദ്ധശ്രദ്ധമായി പ്രവർത്തിക്കുന്ന മറ്റേതെങ്കിലും ഒരു സംസ്ഥാനമുണ്ടോ? അപ്പോൾ കേരളത്തിലെ ഈ സർക്കാർ സംവിധാനങ്ങളെയൊക്കെ തകർക്കാൻ ഈ നിയോ ലിബറൽ നയങ്ങളുടെ ഭാഗമായിട്ട് വലിയ ശ്രമങ്ങൾ നടന്ന അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. വലിയ ജനകീയ പ്രതിരോധങ്ങളിലൂടെയാണ് നമ്മളിതെല്ലാം സംരക്ഷിച്ചെടുത്തത്. അപ്പോൾ ഇത്തരം ഒരു സംഭവം, ഈ ഒരു സർജിക്കൽ കാഷ്വാലിറ്റി യൂണിറ്റിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം നിർഭാഗ്യകരമാണ്, നമ്മളാരും പ്രതീക്ഷിച്ചതല്ല. ഇപ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രാഥമികമായ അന്വേഷണത്തിൽ ഈ UPS-ഉം ബാറ്ററിയും ഒക്കെ തന്നെ ഈ രീതിയിൽ തീപിടിച്ച് പുക വരുന്നത്, അപ്പോൾ അത് അതിൻ്റെ പീരിയോഡിക്കലായ മോണിറ്ററിങ്, അതിൻ്റെ മെയിൻ്റനൻസ്, എല്ലാ കാര്യങ്ങളും കൃത്യമായി നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഫിലിപ്സ് കമ്പനിയാണ് അത് ചെയ്തത്. പക്ഷേ എന്തുകൊണ്ട് ഇതുണ്ടായി? ഇങ്ങനൊരു അപകടം എങ്ങനെ വന്നു? ഈ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണ്. നമ്മളാരും ബോധപൂർവം വരുത്തി തീർത്തതല്ലോ. ആ കാര്യങ്ങളെ സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്. സർക്കാർ തലത്തിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ഉയർന്ന ആളുകളുടെ അന്വേഷണം നടക്കുന്നുണ്ട്. കൃത്യമായി നടപടി ഉണ്ടാക്കണം. പക്ഷേ ഇവിടെ നമ്മൾ ഈ ചർച്ച നടത്തുമ്പോൾ എനിക്ക് അഭിലാഷിനോട് പറയാനുള്ളത്, ബന്ധുക്കൾ നഷ്ടപ്പെട്ടു പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ വൈകാരികമാണ്, വളരെ വേദനാകരമാണ്. അവർക്ക് ഈ കാര്യത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് ഇതുപോലുള്ളൊരു ചർച്ചയിൽ നമുക്ക് പരിഹരിക്കാവുന്നതല്ല. അവർ ഉന്നയിക്കുന്ന, അവർ മുന്നോട്ട് വെക്കുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കപ്പെടുന്നതാണ്. അത് അന്വേഷണ മുമ്പിലുള്ള വിഷയങ്ങളാണ്. ഇത് ബന്ധുക്കൾ നഷ്ടമായ ആളുകളുടെ വിഷമം മാത്രമല്ലല്ലോ, അതൊരു തലം. രണ്ടാമത്തെ തലമാണ് ഏറ്റവും പ്രധാനം. നമുക്കിപ്പോൾ ഒരു ഫയർ ആൻഡ് സേഫ്റ്റി പ്രോട്ടോകോൾ ഉണ്ടാവണം. ആൾ കൂടുന്ന, അതിപ്പോൾ ഷോപ്പിംഗ് മോൾ ആവട്ടെ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ ആവട്ടെ, എവിടെ ആവട്ടെ, അവിടെ ഒരു അപകടം ഉണ്ടായാൽ ആ അപകടം പറ്റിയ സ്ഥലത്ത് നിന്ന് ആളുകളെ വളരെ സേഫായി ഇവാക്യുവേറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം. അതിനൊരു പ്രോട്ടോകോൾ ഉണ്ട്. പക്ഷെ അതൊന്നും പാലിക്കപ്പെടുന്നില്ല. ഈ പറഞ്ഞ എമർജൻസി എക്സിറ്റുകൾ മാനദണ്ഡം അനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ചികിത്സാ കേന്ദ്രത്തിൽ വരുമ്പോൾ നമ്മളത് ചൂണ്ടിക്കാണിക്കണ്ടേ? അത് ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ ഈ സംവിധാനം വേറൊരിടത്തും അങ്ങനെ തന്നെ പ്രവർത്തിക്കും. അതാണ് പ്രശ്നം. അഭിലാഷ് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ പുക ഉയർന്ന സമയം, അവിടെ അതുണ്ടാക്കിയ പരിഭ്രാന്തി, ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിട്ടുണ്ടാവുമല്ലോ. 7:45 പുക ഉയരുന്നത്. 8:15, 8:20 ആകുമ്പോഴേക്കും ഏറെക്കുറെ എല്ലാ രോഗികളെ അവിടെ നിന്ന് മാറ്റാൻ കഴിയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിനിടയിൽ ഇതുപോലുള്ള ഒരു പരിഭ്രാന്തി, രോഗികൾ എന്താണ്, വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗിയെ, ഓക്സിജൻ കൊടുക്കുന്ന രോഗിയൊക്കെ എന്താണ്, അവർ സ്വയം തന്നെ മുന്നോട്ട് എടുത്തുകൊണ്ടുവന്നിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള നഴ്സുമാരുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും ഒക്കെ ആവശ്യമായിട്ടുള്ള അസിസ്റ്റൻസ് ഇല്ലാതെ രോഗികളുടെ ബന്ധുക്കൾ തന്നെ ഇക്കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു ഘട്ടത്തിൽ, വളരെ പരിഭ്രാന്തമായ ഒരു ഘട്ടത്തിൽ സംഭവിച്ചു പോകുന്നതാണ്. പക്ഷേ അഭിലാഷ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം ഒരു തീപിടുത്തുണ്ടാകുമ്പോൾ അതിൻ്റെ ഫയർ ആൻഡ് സേഫ്റ്റി കാര്യങ്ങൾ
കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ അവിടെ ഉണ്ടായിട്ടുണ്ടോ, അതൊക്കെ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ അഭാവം ഈ സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി അത്യാഹിത വിഭാഗത്തിൽ ഉണ്ടോ, ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കണം. ഞാൻ മനസ്സിലാക്കുന്നത് അതൊക്കെ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിജേഷ് പറയുന്നത് കേട്ടു, ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി യൂണിറ്റ് സർജിക്കൽ യൂണിറ്റിലേക്ക്, ഈ കാഷ്വാലിറ്റിയിലേക്ക് ഒറ്റ വഴിയാണെന്ന്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ മുന്നിലൂടെ, മെഡിക്കൽ കോളേജ് ഓഫീസിൻ്റെ പ്രിൻസിപ്പൽ ഓഫീസിൻ്റെ മുന്നിലൂടെ വഴിയുണ്ട്. അതേപോലെ തന്നെ കാരന്തൂർ റോഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയുണ്ട്. 2 വഴികളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൻ്റെ 300 ഏക്കറോളം വരുന്ന ക്യാമ്പസിൽ ഈ രീതിയിൽ വഴി തടയുന്ന രീതിയിലുള്ള നടപടികൾ ഉണ്ടായത് എപ്പോഴാണെന്ന് ഒരുപക്ഷെ നിജേഷ് അരവിന്ദിനെ പോലുള്ള ആളുകൾ ഓർമ്മിക്കുന്നുണ്ടാവില്ല. ഞങ്ങൾക്കെല്ലാം നല്ല ഓർമ്മയുണ്ട്. ആരോഗ്യ മേഖലയിൽ സ്വകാര്യവൽക്കരണത്തിനായിട്ട് കേരളത്തിലെ ക്യാമ്പസുകളിലെ മെഡിക്കൽ കോളേജ് ക്യാമ്പസുകളിൽ ശക്തമായ സമരം ഉയർന്നു വന്നപ്പോൾ ക്യാമ്പസുകളുടെ വഴികൾ അടക്കുന്ന രീതിയിലുള്ള അത്തരം നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടായത് ആരുടെ ഭരണകാലത്താണ്? പോലീസ് നടപടി പോലെയാണ് അത്തരം നടപടികളൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായത് എന്നുള്ള കാര്യം കോഴിക്കോട് മെഡിക്കൽ കോളേജും കേരളത്തിലെ ക്യാമ്പസുകൾ ഒതുക്കാനുള്ള ചില നിയമപരമായ നടപടികൾ, പ്രത്യേകിച്ച് ഈ വഴികളൊക്കെ തടിയാക്കെ ഹോസ്റ്റലുകളിലേക്ക് പുറത്തുള്ളവർക്ക് പ്രവേശിക്കാൻ പാടില്ല, ഇങ്ങനെ നിയന്ത്രണമൊക്കെ വന്നത് ഏത് ഘട്ടത്തിലാണെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ അതൊക്കെ തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു സന്ദർഭമല്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഇവിടെ ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു സംഭവം ഉണ്ടായിരിക്കുന്നു. അതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് കൃത്യമായി അന്വേഷിക്കണം. അതിന് ആരുടെ ഭാഗത്താണ് വീഴ്ചകൾ ഉണ്ടായെന്ന് പരിശോധിക്കണം. ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും നടപടികൾ ഉണ്ടാക്കണം. അല്ലാതെ ഏതെങ്കിലും രീതിയിലുള്ള മറ്റ് വിഷയങ്ങൾ, ഇപ്പോൾ ഇത്തരത്തിലുള്ള കാഷ്വാലിറ്റി യൂണിറ്റുകളിലെ രോഗികളെ വേണ്ട രീതിയിൽ ഡോക്ടർമാർക്ക് അസിസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ, നേഴ്സുമാർക്ക് അസിസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ, അങ്ങനെ ഒരു അസിസ്റ്റൻസിൻ്റെ സഹായമില്ലാതെ രോഗികളുടെ ബന്ധുക്കൾ തന്നെ രോഗികളെ നീക്കുമ്പോൾ, ഇപ്പോൾ തീർച്ചയായിട്ടും വെന്റിലേറ്ററൊക്കെ കിടക്കുന്ന ഒരു രോഗിയെ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, മരണം സംഭവിക്കാം. ആ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണത്തിൻ്റെ മുമ്പിലാണുള്ളത്. ആ അന്വേഷണം ഇത്തരം കാര്യങ്ങൾ ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലിൻ്റെയും കൂടി ഭാഗമാണ്.